സെറ്റ് പീസുകളിൽ നിന്നും ഈ സീസണിൽ ആകെ നേടിയ 14 ഗോളിൽ 7 എണ്ണവും സെറ്റ് പീസുകളിൽ സ്കോർ ചെയ്ത ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ സഹലിന്റെ കോർണർ വരുന്നു, സ്വിംഗിംഗ് കോർണർ ഫ്ലിക്ക് ചെയ്യാനുള്ള ശ്രമം, ചാൻസോ, നല്ലൊരു ഹെഡർ, ഓഹോ, നല്ല ഒരു ഡബിൾ ഗോൾ ശ്രമങ്ങൾ അവിടെ കണ്ടു. സഹലിന്റെ കോർണർ ആദ്യം ഫാർ പോസ്റ്റിൽ നിന്നും ഒരു ഹെഡർ ശ്രമം, പിന്നാലെ കോസ്റ്റ എത്തി തന്റെ വലതു കാലുകൊണ്ട് പന്തിനെ വലയിലെത്തിക്കാനുള്ള കോസ്റ്റയുടെ ശ്രമവും പാഴാകുന്നു. രാഹുൽ ഭേക്കയുടെ ലോങ് ത്രോയിൻ വരുന്നു ബോക്സിനകത്ത്. എറിക് പാർത്താലിന്റെ കട്ടിയാണ് ശ്രമം, ക്ലൈറ്റൺ സിൽവ. ബംഗളൂരു 1 കേരള ബ്ലാസ്റ്റേഴ്സ് മേൽ. ഇത് ഈ സീസണിൽ ബംഗളൂരു നേടുന്ന 4ാമത്തെ ത്രോയിൻ ഗോളാണ്. മത്സരത്തിന്റെ 24ാം മിനിറ്റിൽ രാഹുൽ ഭേക്കയുടെ ത്രോയിൻ, ബോക്സിനകത്ത് ഒഴിഞ്ഞു നിൽക്കുന്ന ക്ലൈറ്റൺ സിൽവയ്ക്ക് ആ പന്ത് കിട്ടുന്നു. ഒന്നാം തരം ഒരു സൈഡ് വോളിയിലൂടെ ആൽബിനോ ഗോമസിന്റെ വലത്തുഭാഗത്തുകൂടെ പന്ത് ക്ലൈറ്റൺ സിൽവ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലയിൽ നിക്ഷേപിക്കുന്നു. ബംഗളൂരു നല്ലൊരു മുന്നേറ്റം. സന്ദീപിന്റെ നല്ലൊരു ക്രോസ് വരുന്നു, പക്ഷേ കെട്ടിയാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ അവിടെ ബംഗളൂരു ഡിഫൻസ് അനുവദിക്കുന്നില്ല. കിട്ടിയ അവസരം മുതലെടുത്ത് ഹൂപ്പർ ഫസ്റ്റ് ടൈം ഷോട്ടടിക്കുകയാണ്. ചാൻസ് ആണ് വീണ്ടും. മൈ ഗുഡ്നസ്, യെസ്, ഇറ്റ്സ് 1-1 കേരള ബ്ലാസ്റ്റേഴ്സ്. പകരക്കാരനായി വന്ന ലാൽ താങ്ക പുട്ടിയ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില ഗോൾ നേടിക്കൊടുക്കുന്നു. ഏതായാലും ഇതൊരു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അട്ടിപ്പൊട്ടി ഈ ഒരു ബോളിന്. പക്ഷെ അത് കൃത്യമായിട്ട് അദ്ദേഹം പോസ്റ്റിലേക്ക് അടിക്കുന്നു. ഗുർപ്രീത് ബോഡി ഇട്ട് അതിന് മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റെഫറി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഒരു ഫൗളിന് അവിടെ യാതൊരു ചാൻസും ഇല്ല. കാരണം അത് ബോൾ കൊണ്ട് തട്ടിയ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേദനയായിരിക്കാം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഏതായാലും ആ സമയത്ത് പോലും കൃത്യമായി അതിൽ ലാൽ താങ്ക കുട്ടി അതിനെ ഇടപെടുന്നു. ഏതായാലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ. രാഹുൽ പന്തുമായി KP രാഹുൽ, 1-on-1 സിറ്റുവേഷൻ. KP രാഹുൽ, it's 2-1.